ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ യൂണിറ്റിൻ്റെയും ആക്ടിവിറ്റീസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി, ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദ ഇവൻറ്റ്സ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ, ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. റീഡ് ദ പാസേജ് വൺസ് അഗെയിൻ ആൻഡ് ഹെൽപ്പ് ഹിം റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ദേവ് എന്ന് പറയുന്ന കുട്ടി ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ എഴുതിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ക്രമം കറക്റ്റ് അല്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ക്രമം ഒന്ന് ശരിയായ രീതിയിൽ റെഡിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സെൻറ്റൻസ് നോക്കാം. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം എ ഇയർ ഓൾഡ്. 1 വയസ്സായപ്പോൾ ഹെലൻ കെല്ലർ നടക്കാൻ തുടങ്ങി. ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. ചെറുപ്പത്തിൽ തന്നെ ഈ വാട്ടർ എന്നുള്ള വാക്ക് ഹെലൻ കെല്ലർ പഠിച്ചു. ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി. ഈ കുട്ടിയുടെ പേരെന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വലിയ ചർച്ച കുടുംബത്തിൽ ഉണ്ടായി. ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഫാമിലിയിൽ ആദ്യത്തെ കുട്ടിയായിരുന്നു. ഹെലൻ ഫെൽ ഇൽ. ഹെലന് അസുഖം വന്നു. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. ഈ കുട്ടിക്ക് മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേര് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ചർച്ചയിൽ വന്നത്. അപ്പോൾ ഇത് ഹെലൻ കെല്ലറുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ്, പക്ഷെ അത് കൃത്യമായ ക്രമത്തിലല്ല. അപ്പം നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നടന്ന ക്രമത്തിലാക്കി മാറ്റാം. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ കറക്റ്റ് ചെയ്ത് എഴുതാം. Helen was the first baby in the family. There was a heated discussion on naming the baby. Mildred Campbell was the name suggested for the baby. Helen learned the word water in her early months. Helen started walking the day she became a year old. Helen fell ill. ഇപ്പോൾ അത് കൃത്യമായ ക്രമത്തിൽ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ചൂസ് another suitable title from the options given below for the passage. You may also give one of your own. അപ്പോൾ ഈ ഒരു പാസേജിന് കൊടുക്കാൻ പറ്റുന്ന ചില ശീർഷകങ്ങൾ അല്ലെങ്കിൽ തലക്കെട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം നമുക്ക് കൊടുക്കാം. ദ ക്വസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിങ് ഗ്രീഫ്, സീസൺസ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. ദ ഫസ്റ്റ് ലൈറ്റ്, ഹെലൻ കെല്ലേഴ്സ് ഏർലി ലൈഫ് എന്നുള്ള ഒരു ടൈറ്റിൽ കുറച്ചുകൂടി ഈ ഒരു പാസേജിന് ചേരുന്ന ഒരു ടൈറ്റിലായിട്ട് തോന്നുകയാണ്. കാരണം ചെറുപ്പത്തിൽ ഇതൊക്കെ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഈ അസുഖ ബാധിതയായി കാഴ്ചശക്തിയും അതുപോലെ കേൾവിശക്തിയും ഹെലൻ കെല്ലറിന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈറ്റിൽ സ്യൂട്ടബിൾ ആണ്. ദ ഫസ്റ്റ് ലൈറ്റ്, ഹെലൻ കെല്ലേഴ്സ് ഏർലി ലൈഫ്. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട്, സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. റൈറ്റ് ദിയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളം ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ 4 സീസൺസ് നമുക്ക് എഴുതാനുണ്ട്. സ്പ്രിംഗ്, വിൻ്റർ, സമ്മർ, ഓട്ടം. ഈ സീസണുകളിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൂടി ചേർത്ത് നമുക്ക് എഴുതണം. അപ്പോൾ സ്പ്രിംഗ് സീസൺ, അതിൻ്റെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ചിത്രം കൂടി നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് സീസണിൽ നടന്ന കാര്യങ്ങൾ ഈ ഒരു പാസേജിൽ പറയുന്നത്, റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിംഗിങ് മെലോഡിയസ് സോങ്സ്. അപ്പോൾ കുരുവിയും അതുപോലെ പക്ഷികളൊക്കെ നല്ല പാട്ട് പാടുന്ന ഒരു സീസണാണ് സ്പ്രിംഗ് സീസൺ. ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്, പൂക്കളും അതുപോലെ പഴങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സീസൺ. റിന്യൂവൽ ഓഫ് ലൈഫ് ആൻഡ് ഗ്രോത്ത് ആഫ്റ്റർ വിൻ്റർ. അപ്പോൾ വിൻ്ററിലെ ക്ഷീണത്തിന് ശേഷം വീണ്ടും ജീവിതം പുനരാരംഭിക്കുന്ന ഒരു സമയമാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഇനി സമ്മർ സീസണിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കണ്ടിന്യൂഡ് ബ്ലൂമിങ് ഓഫ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന, അത് വീണ്ടും വളർന്ന് വരുന്ന ഒരു സമയം. വാം വെതർ, ചൂട് കാലാവസ്ഥയാണ്. ആൻഡ് ലോങ്ങർ ഡേ ലൈറ്റ് അവേഴ്സ്, പകൽ ദൈർഘ്യം കൂടുതലുള്ളതാണ്. അബണ്ടൻസ് ആൻഡ് വൈബ്രൻസി ഇൻ നേച്ചർ, അപ്പോൾ പ്രകൃതി ഏറ്റവും ഭംഗി ഉള്ളതായിട്ടൊക്കെ കാണപ്പെടുന്ന ഒരു സമയമാണ്. ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്, ഇലകൾ കൊഴിയുന്ന സമയമാണ്.
ഹാർവസ്റ്റ് ടൈം, വിളവെടുക്കുന്ന സമയമാണ്. ട്രാൻസിഷൻ ഫ്രം വാം ടു കൂളർ ടെമ്പറേച്ചർ, അപ്പോൾ തണുപ്പ് മാറി അല്ല ചൂട് മാറി തണുപ്പ് കാലം ആവുന്നതിൻ്റെ തുടക്കമാണ്. ഇനി വിൻ്റർ സീസണിനെ കുറിച്ച് പ്രത്യേകിച്ച് കാലാവസ്ഥാപരമായിട്ടൊന്നും ഈ പാസേജിൽ കാണുന്നില്ല. വിൻ്റർ സീസണിൽ സംഭവിച്ചതാണ് ഇതിലെ ഹെലൻ കെല്ലറുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. ഹെലൻ കെല്ലറിന് ഒരു അസുഖം വരുന്നു, അതിനുശേഷം അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നശിക്കുന്നു.